ഡേ ഇൻ മലേഷ്യ. ആൻഡ് ഇന്ന് നമ്മൾ ആദ്യം പോകാൻ വേണ്ടി പോകുന്നത് കിങ്സ് പാലസിലേക്കാണ്. ആൻഡ് പിന്നെ ഞാനൊരു ട്രാൻസിഷനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയുണ്ട്? രസമല്ലേ? അപ്പം ട്രാൻസിഷനൊക്കെ റെഡിയായി. ഇനി നമുക്ക് റെഡിയൊക്കെ ആയിട്ട് നമ്മൾ ആദ്യം പോയത് കിങ്സ് പാലസിലേക്കായിരുന്നു. അടിപൊളി സ്ഥലമായിരുന്നു. ഇതിലെ മെയിൻ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുതിരയുടെ കൂടെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം. അപ്പം ഞാനിവിടെ നിന്ന് എടുത്ത ഫോട്ടോസ് എല്ലാം ഞാൻ ഈ ഒരു കിങ്സ് പാലസിൽ നിന്ന് എടുത്ത ക്ലിപ്സിൻ്റെ എല്ലാം അവസാനം ആഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ബാക്കി കാണൂ. സോ ഗായ്സ്, നമ്മൾ നെക്സ്റ്റ് പോയത് ഒരു നാഷണൽ മോണുമെൻ്റ് ആണ്. സോ ദിസ് ഇസ് ദ നാഷണൽ മോണുമെൻറ്റ്. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മലേഷ്യൻ ഫ്രീഡം ഫൈറ്റിൻ്റെ ഇടയ്ക്ക് എന്താ പറയുക, പ്രത്യേകിച്ച് വേൾഡ് വാർ സെക്കൻഡിൽ മലേഷ്യയിൽ ഒരു ഫ്രീഡം ഫൈറ്റ് നടന്നിട്ടുണ്ട്. ആ ഒരു ഫ്രീഡം ഫൈറ്റിൽ 11,000 പീപ്പിളോളം മരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ടാണ് ഈ ഒരു നാഷണൽ മോണുമെൻറ്റ് സ്ഥാപിച്ചിട്ടുള്ളത്. സോ ഇതാണ് ഇതിൻ്റെ പിറകിലുള്ള രഹസ്യം. ഫുൾ സ്റ്റോറി ആയിട്ട് അവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ അതൊന്നും ഇന്ന് പറഞ്ഞാൽ തീരില്ല. അതുകൊണ്ടാണ് ഞാൻ ഒന്ന് ചുരുക്കി ഇത് പറഞ്ഞത്. ഓക്കെ, സോ ദിസ് ഈസ് ദ നാഷണൽ മോണുമെൻറ്റ്. ആൻഡ് എന്തായാലും നിങ്ങൾ അതിൻ്റെ ക്ലിപ്സ് എല്ലാം കണ്ടോളൂ. സോ ഇവിടെ നേരത്തെ ഫോട്ടോസൊക്കെ കണ്ടേ. വീണ്ടും നമ്മൾ ഈ ഡ്രസ്സൊക്കെ ഇട്ട് അടുത്ത പള്ളിയിലേക്ക് കയറി. ഓക്കെ, സോ ഇവിടെ നല്ല രസമായിരുന്നു, നല്ല പോസിറ്റീവ് വൈബ്, അതേപോലെ നല്ല തണുപ്പായിരുന്നു അകത്ത്. അതേപോലെ നല്ല ഡെക്കറേഷൻസും ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു അകത്ത്. കാണാൻ വേണ്ടി നല്ല രസമായിരുന്നു. നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും, അത്ര രസമാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ ഒറിജിനലായിട്ട് കാണുമ്പോൾ. പിന്നെ നമ്മൾ ഇതിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ പെട്രോണസ് ടവറും. എന്തായാലും കാണിച്ചു തരാം. സോ ഈ കാണുന്നതാണ് പെട്രോണസ് ടവർ, വേൾഡ് സെക്കൻഡ് ലാർജസ്റ്റ് ടവർ. ഇനി നമ്മൾ നെക്സ്റ്റ് പോയത് അവിടുത്തെ ഫ്രീഡം സ്ക്വയറിലേക്കാണ്. ആൻഡ് ഒരു ഫ്ലാഗൊക്കെ വെച്ചിട്ട്. സോ എന്തായാലും അതിനെക്കുറിച്ച് എനിക്ക് കൂടുതലൊന്നും പറയാറില്ല. സോ എന്തായാലും എൻ്റെ ക്ലിപ്സൊക്കെ കണ്ടോളൂ. ഞാൻ വോയിസ് ഓവർ എടുക്കുമ്പോൾ ഭയങ്കര ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര നോയ്സൊക്കെ വരുന്നുണ്ട്. അത് മഴ പെയ്യുന്നതുകൊണ്ടാണ്. ഇത് ഞാൻ പിന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഇതൊരു ഫേമസ് ടവറാണ് അവിടുത്തെ, അതായത് KL ടവർ, കോലാലംപൂർ ടവർ എന്നാണ് പറയുന്നത്. കോലാലംപൂർ ടവർ, സോ KL ടവർ. ഇതും നല്ല രസമായിരുന്നു. പക്ഷേ ഇതിൻ്റെ അകത്തൊന്നും നമ്മൾ കയറിയില്ല, ജസ്റ്റ് പുറത്തുനിന്ന് വാച്ച് ചെയ്തതേ ഉള്ളൂ. ഇതോ ആ ഇപ്പോൾ സൂം ചെയ്ത സാധനമാണ് ട്വിൻ ടവർ. അതിൽ നമ്മൾ നെക്സ്റ്റ് പോവേ ഉള്ളൂ. സോ ഇതാണ് KL ടവർ.
ഇതാണ് നമ്മുടെ ഫേമസ് ട്വിൻ ടവർ, മലേഷ്യയിലെ ട്വിൻ ടവർ. സോ ഇതും അടിപൊളിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. നല്ല രസമുണ്ട്, നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അവിടെ ഇങ്ങനെ വാട്ടർ ഫൗണ്ടനൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു. നൈറ്റ് നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. സോ ലെറ്റ്സ് ഗോ. അപ്പോൾ എന്തായാലും നമ്മുടെ ലാസ്റ്റ് ഡേ നാളെയാണ്. സോ അടുത്ത വ്ളോഗുമായിട്ട് നാളെ കാണാം. ബൈ.